ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വർക്ക്സ് ബൈ രേവതി വിത്ത് മണ്ടയിൽ കൊണ്ടേയി. അപ്പോൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്നും എ ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എഴുന്നേറ്റ് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും അതാണ് നമ്മുടെ ഒരു സമയം, കൃത്യനിഷ്ഠതയുള്ള സമയമാണ്. ഉണർന്നു, പിന്നെ വീണ്ടും കുറേ നേരം വേറെ ചെയ്യാൻ പണികളൊന്നും ഇല്ലാത്തത് കൊണ്ടങ്ങ് കിടന്നു. പിന്നെ ഇപ്പോൾ സമയം 2 മണിയായി. എങ്കിൽ എണീറ്റ് എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം അനിയത്തി ജോലിക്ക് പോയി. അപ്പോൾ അവൾ വൈകിട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും തിന്നാൻ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം അവർ ഡെയിലി പുറത്തുനിന്നുള്ള ഫുഡാണ് കഴിക്കുന്നത്. സോ ഇടയ്ക്കൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാൻ അവർക്കും മടിയാണേ. അപ്പം എനിക്കിപ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്തത് ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം അരി അടുപ്പിടാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. സോ അരി കഴുകി അടുപ്പിടാൻ പോവുകയാണ്. വായു, നമുക്ക് കുക്ക് ചെയ്യാം. വേറെ പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏതോ കിട്ടിയ ഒരു ഡപ്പയ്ക്കകത്ത് കുറച്ച് അളവൊന്നും ഇല്ലാതെ എൻ്റെ ഒരു ഊഹത്തിന് കുറച്ച് അരി എടുത്തിട്ട് ഞാനിങ്ങനെ കഴുകുകയാണ് ഗൈസ്. കഴുകി ഇനി തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിനകത്തോട്ട് ഇടണം. ഇട്ടിട്ട് അത് വേവാൻ എന്തായാലും കുറേ സമയം എടുക്കും. അപ്പോഴത്തേക്കിനും ബാക്കി കറിക്കുള്ള എന്തെങ്കിലുമൊക്കെ അരിയാമെന്ന് വിചാരിക്കുന്നു. പൊട്ടറ്റോ മെഴുക്കുപുരട്ടി, പൊട്ടറ്റോ റൈസായിരുന്നു ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കുറച്ച് സാധനങ്ങൾക്ക് ഇന്നലെ വാങ്ങിച്ചതല്ലേ, അതുകൊണ്ട് പൊട്ടറ്റോ മെഴുക്കുപുരട്ടിയും വെച്ച്, പിന്നെ ചിക്കൻ ഇന്നലത്തെ ബാക്കി കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് ഫ്രൈയും കൂടെ ചെയ്ത് പുളി ഉണ്ടോയെന്നൊന്ന് തപ്പണം. പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി രസവും കൂടെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല കോമ്പിനേഷനാണ് പൊട്ടറ്റോ ഫ്രൈയും രസവും ചോറും ചിക്കൻ ഫ്രൈയും. ഓക്കെ, അപ്പോൾ നമുക്ക് വരൂ കുക്കിങ്ങിലേക്ക് കിടക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്നൊരു ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു ടാസ്ക് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഒരു ഡിഷാണ് ഈ പറയുന്ന വിഴിഞ്ഞ സ്റ്റൈല് ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത്. അത് എൻ്റെ മാത്രമല്ല, മോസ്റ്റ്ലി എല്ലാ മലയാളികളുടെയും ഫേവറേറ്റ് ആയിരിക്കും. മലയാളികളുടെ എന്ന് പറയുന്നില്ല, ട്രിവാൻഡ്രംകാരുടെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമായിരിക്കും. സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്നവരുടെ മോസ്റ്റ് ഫേവറേറ്റ് ഒരു ഐറ്റം ആയിരിക്കും. കാരണം ട്രൈ ചെയ്തിട്ടുള്ള എല്ലാവരും നല്ല അഭിപ്രായം മാത്രമേ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ അതിൻ്റെ ഡൈ ഹാർഡ് ഫാനാണ്. ഞാൻ എപ്പോൾ എവിടെ വെച്ച് കിട്ടിയാലും കഴിക്കും. എനിക്ക് മെയിനായിട്ട് ചിക്കൻ കഴിക്കുന്നതിനേക്കാളും അതിൻ്റെ ആ ഒരു പൊടി അതിൻ്റെ കൂടെ കിട്ടില്ല, പച്ചമുളകും അതിൻ്റെ ആ ഒരു സാധനം, ആ മിക്സ് കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ കയറി 1-2 യൂട്യൂബ് വീഡിയോസൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവിടെ മിക്സി ഇല്ല, ഇടിക്കാനുള്ള മറ്റ് കല്ലും സാധനങ്ങളൊന്നും ഇല്ല. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഉണ്ട്, അതൊന്ന് കഴുകിയെടുക്കണം. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഈ പ്ലാസ്റ്റിക് കവറിനകത്തിട്ടിട്ട് വല്ല ഭാരമുള്ള പാത്രം കൊണ്ടോ അല്ലെങ്കിൽ വല്ല ഇതുകൊണ്ടോ ഇടിക്കാനുള്ള പ്രോഗ്രാമാണെങ്കിൽ അതൊന്ന് ചതഞ്ഞൊരു ക്രഷ്ഡ് പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം വീട്ടിലോ ഹോസ്റ്റലിലോ ഒക്കെ നിൽക്കുന്നവർ കുക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇൻ കേസ് കറണ്ടില്ല, മിക്സിയില്ല, ഇടിക്കുന്ന കല്ലില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. വേറെ ആരോടും പറഞ്ഞു കൊടുക്കണ്ട. ഇതൊക്കെ എൻ്റെ പൊട്ട ബുദ്ധിക്കകത്ത് വരുന്ന സാധനങ്ങളാണ്. പണ്ട് ഇങ്ങനെയൊക്കെ കൊന്നേരെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് എന്താവും എന്ന് അറിഞ്ഞൂടെ. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് എത്രത്തോളം നേരം വെച്ചിരിക്കുന്നു അത്രത്തോളം അതിനകത്ത് ആ ഒരു എസൻസൊക്കെ പിടിച്ചിട്ട് നല്ലതായിട്ട് വരുമെന്നാണ് ഞാൻ വീഡിയോയ്ക്കകത്ത് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നെങ്കിൽ ഇപ്പോഴേ അങ്ങ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് രാത്രി അവൾ വരാൻ സമയമാകുമ്പോഴത്തേക്കിനും ഒരു 10 മണിക്ക് ശേഷമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു ഇതിലിരിക്കും. ഇപ്പോൾ സമയം 3 മണി ആയതേ ഉള്ളൂ. അപ്പോൾ അത്രയും നേരത്തെ ഒരു മാരിനേഷൻ ആ ഒരു ഇത് കിട്ടുമല്ലോ, ഒരു ടൈമിങ് കിട്ടുമല്ലോ, അതിലൊരു ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിക്കുമല്ലോ. അപ്പോൾ ഇതിനകത്ത് വളരെ കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ ഈ ഒരു ചിക്കൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല എളുപ്പമാണെന്ന് തോന്നുന്നു അത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നോർമൽ ഇതുപോലെ ഒരുപാട് സാധനങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ശരി, ഞാനൊന്ന് അതൊന്ന് മാരിനേറ്റ് ചെയ്യട്ടെ. ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. എൻ്റെ ഒരു സംശയം ശരിയാണെങ്കിൽ ഞാൻ അരി ഇട്ടത് ക്വാണ്ടിറ്റി കൂടിപ്പോയെന്നാണ് തോന്നുന്നത്. കാരണം ഇത് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടെ ഉണ്ടാവും. ഈ ഒരു കലത്തിനകത്ത് നിൽക്കുന്ന രീതിക്ക് തന്നെ അത് വെന്ത് കിട്ടിയാൽ മതി എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രാർത്ഥന. പിന്നെ വേണ്ടി ഗൈസ്, ഞാൻ ഇവിടെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ എടുത്ത് കവറിനകത്തിട്ടേക്കുവാണ്. ഇനി ഇതൊന്ന് തുറന്ന് വാടേ. ഇങ്ങനെ അരിഞ്ഞാണ് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിനൊന്ന് ഇടിച്ചെടുക്കണം എനിക്ക്. ഓക്കെ, ഇത് ഞാൻ ഉപയോഗിക്കുന്ന മാരക ആയുധം, അതെ എൻ്റെ കല്ല് ഇതാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇടിക്കാൻ പോകുന്നത്. ഉദ്ദേശിച്ചൊരു പരുവത്തിൽ അതിങ്ങനെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്, വെളുത്തുള്ളിയും പച്ചമുളകും. ഇനി ഞാൻ ആ ചിക്കൻ എടുത്തൊന്ന് കഴുകി മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അരി വെന്തിരിക്കുകയാണ്, ഞാനത് ഊറ്റാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. രസം ഉണ്ടാക്കാനുള്ള പദ്ധതികൾ ഇവിടെ ഞാൻ കാണുന്നില്ല. ഞാനിവിടെ തപ്പി പുളിയും തേങ്ങയൊന്നും ഞാൻ കണ്ടില്ല. സോ ലാസ്റ്റ് ഓപ്ഷൻ ഇനി വൈകിട്ട് കടയിൽ പോവുക, മറ്റേ ഇൻസ്റ്റൻറ്റ് രസം ഉണ്ടല്ലോ, ആ പൊടി വാങ്ങിച്ചുകൊണ്ടൊന്ന് കലക്കാനേ പറ്റത്തുള്ളൂ. കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ചൂടാവുന്നുണ്ടത്. ഓക്കെ, അതിപ്പോൾ ചൂടായതിന് ശേഷം ഉരുളക്കിഴങ്ങ് കറുത്ത് പോകാതിരിക്കാൻ അരിഞ്ഞ് വെച്ചിട്ട് കുറച്ച് നേരമായി. അതിനെ വെള്ളത്തിലിട്ട് വെച്ചേക്കുക. അതിനൊന്ന് സ്റ്റോർ ചെയ്തെടുക്കണം.
വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കിനും കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ ചെറുതായിട്ട് ചതച്ചതോ അല്ലെങ്കിൽ അരിഞ്ഞതോ ആയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഞാൻ എന്താ കുക്കറിഷയാണ് നടക്കുന്നത്. പൊട്ട് കടുക് അങ്ങോട്ട് എണ്ണ ചൂടായില്ലേ? പൊട്ട് അങ്ങനെ വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. മൂടി ഈ പൊട്ടറ്റോ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വെളുത്തുള്ളിയും കടുകും അതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് തന്നെയില്ലേ, ആയതൊന്നും ഇതിലോട്ട് മൊത്തത്തിലൊന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കണം കേട്ടോ. അതിനുശേഷം നമ്മളിതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ ഈ പറയുന്ന ഉരുളക്കിഴങ്ങ് കൂട്ട് ആ ഉപ്പൊന്ന് പിടിക്കട്ടെ. അങ്ങനെ ഉപ്പ് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചൊരു 10-15 മിനിറ്റ് വെച്ചിരിക്കണം. 10 മിനിറ്റ് മതി. അപ്പോഴത്തേക്കിനും ആ ഉരുളക്കിഴങ്ങൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ബാക്കി മസാലകളൊക്കെ ചേർക്കാം. ഓക്കെ. അങ്ങനെ ഗൈസ് അതിൻ്റെ മൂടി തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമായിരുന്നു കേട്ടോ. ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഇത് ഏകദേശം വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, അതായത് കുറച്ച് പേരിന് വേണ്ടി മാത്രം കുറച്ച്, പിന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ പൊടിച്ചതില്ലെങ്കിൽ പെരിഞ്ജീരകം മുഴുവനായിട്ട് കുറച്ച് ഇടാൻ കേട്ടോ. ഇത് ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുമെന്നാണ് തോന്നുന്നത്. സോ ഞാനിനി പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് ഗരം മസാല, ഇത്രയാണ് ഇതിന് ആവശ്യം. അമ്മേ തുമ്മി മരിക്കുന്നു. അത് ഇത്രയും ചേർത്തിട്ട് അമ്മേ എക്സ്ക്യൂസ് മീ ഗൈസ്, എനിക്ക് കുറച്ച് അലർജി ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെയാണ്. സോറി അഗെയിൻ. ഇനി നമുക്കിതെല്ലാം കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഓക്കെ. കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതാണല്ലോ, ഉരുളക്കിഴങ്ങാണല്ലോ. അപ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഒന്നും അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പെപ്പറൊക്കെ ചേർക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്, വയറുവേദന കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് നല്ലപോലെ അതായത് ഒന്ന് ഡ്രൈ ഫ്രൈ ആവുന്ന പോലത്തെ ഒരു പരുവത്തിന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ. അങ്ങനെ ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പില, കറി ലീവ്സ്, അത് മസ്റ്റാണല്ലോ മലയാളികൾക്ക് എന്ത് വിഭവത്തിലും. അപ്പം അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിതിപ്പോൾ ഇട്ടതേ ഉള്ളൂ, ഇട്ട ഉടനെ ആ ഒരു വീഡിയോ എടുത്തതാണ്. സോ ഇട്ടിട്ട് ഇതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം റെഡിയാവും. ആ ഒരു മസാലയൊക്കെ ഇട്ടതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി ഒന്ന് സെറ്റാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എൻ്റെ ഉരുളക്കിഴങ്ങ് കുറച്ച് വെന്ത് പോയി, അതുകൊണ്ട് ഞാൻ പിന്നെ അധികം ഇളക്കി അതിനെ പൊടിക്കുന്നില്ല. ഓക്കെ. ഇനി നമുക്ക് രസം വയ്ക്കണം. പിന്നെ ഇനി നൈറ്റാണ് ബാക്കി ചിക്കൻ പൊരിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. വെയിറ്റ് ചെയ്യൂ. ആരും പോവരുത്, ധൃതി കാണിക്കരുത്. കുക്കർ ഷോ ഇനിയും ഉണ്ട്. അങ്ങനെ അതിനെ കുറച്ച് നേരം കൂടെ ഇങ്ങനെ അടുപ്പിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അത് ഇങ്ങനെ മരിഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ, കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് അഭ്യാസപ്രകടനമാണെന്നൊന്നും വിചാരിക്കരുത് ഗൈസ്. ഈ സെയിം ടെക്നിക്കിൽ ചക്കക്കുരു അത് ചെയ്തെടുക്കണം, അടിപൊളിയാണ്. അതുപോലെ മീറ്റിൻ്റെ നെയ്യൊക്കെ ഉണ്ടല്ലോ, അതിൽ ചെയ്യുവാണെങ്കിൽ അടിപൊളിയാണ്. മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ മറ്റേ ബീഫാണോ അതോ പോർക്കാണോ എന്നറിയത്തില്ല, എന്തോ ഒന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, നെയ്യുണ്ടായിരുന്നു. അതിങ്ങനെ ഉരുക്കി എടുത്ത് അച്ഛനിങ്ങനെ സെപ്പറേറ്റ് ഒരു പാത്രത്തിനകത്ത് വെച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് ആ നെയ്ക്കകത്തായിരുന്നു ഫ്രൈ ഒക്കെ ചെയ്യുന്നത്. ഇപ്പം ഈ പറഞ്ഞ ഉരുളക്കിഴങ്ങ്, കൂവക്കിഴങ്ങ്, പിന്നെ കൂവക്കിഴങ്ങല്ല ഗൈസ്, കൂർക്ക, ആ സാധനം, പിന്നെ ചേന, പിന്നെ ചക്കക്കുരു, ഇത് ഇത്രയും സാധനം ആ നെയ്ക്കകത്ത് നമ്മളിങ്ങനെ ചെയ്തെടുക്കുമായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ ഡോഗ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിപ്പം സൺഡേസ് ഇതുപോലെ ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ കാര്യങ്ങളൊന്നും അവർക്ക് കൊടുക്കാൻ കിട്ടിയില്ലെങ്കിലും ഈ നെയ്യ് ഇട്ടിട്ട് കുറച്ച് ചോറ് വരവി കൊടുത്താൽ അവർ കഴിക്കുമായിരുന്നു. അതുപോലത്തെ സാധനമായിരുന്നു. പക്ഷെ അത് എന്തിൻ്റെ നെയ്യായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. വീട്ടിലിരുന്ന് ബോറടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ പുള്ളിയുടെ അടുത്ത് കുറച്ചൊരു സംസാരിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളിവിടെ ലേറേജ് വരെ ഒന്ന് വന്നാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പുള്ളിയുടെ ട്രീറ്റാണ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അതുകൊണ്ട് ദൈവം തന്നു വെച്ചതിന് കുറേ എണ്ണത്തിന്.
ആരോരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ രൂപത്തിൽ അവതരിക്കപ്പെട്ട കുറേ ഫ്രണ്ട്സ്, കുറച്ച് ആൾക്കാർ എനിക്കുണ്ട് എൻ്റെ ചുറ്റിലും. ഞാൻ അതുകൊണ്ട് ഭയങ്കര ബ്ലസ്ഡാണ്. സോ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. എന്തൊക്കെ ഫുഡാണ് ഓർഡർ ചെയ്യുന്നതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബുക്കും പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പരീക്ഷയ്ക്ക് പഠിക്കാൻ പോലും ഇത്രയും വലിയ ബുക്കില്ല. തുറന്ന് വായിച്ച് എക്സാമിൽ പാസ്സാകുമോ നോക്കട്ടെ. അറേബ്യ. ഞാൻ ഈ ഡേ അറേബ്യയിൽ സ്ഥിരം വരുമായിരുന്നു കേട്ടോ. എന്തിനാണെന്ന് അറിയൂ, കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന ഈ സൂപ്പ് കുടിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മീറ്റിംഗ് കൂടിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോഴത്തേക്കിനും വെട്ടുകാട് ചർച്ചിലോട്ട് വന്നു. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഈ സമയത്ത്. സമയം 11 മണിയായി. ഈ ഒരു സമയത്ത് ഇത്രയും ആളുണ്ട് കേട്ടോ ഇവിടെ. നല്ല തിരക്കുണ്ട്. ഒരു ഉത്സവ സമയത്തൊക്കെ ഉള്ളൊരു പ്രതീതി. വരെ വന്നിട്ട് നമ്മൾ കടലിലോട്ട് ഇറങ്ങായിരുന്ന മോശമല്ലേ? അങ്ങനെ കടലിരമ്പൊന്ന് സൗണ്ട് കേട്ടോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നയാ. ഫ്രണ്ടിന് കടൽ കാണണമെന്നും പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നത് പുള്ളീനെ കൂടെ. കടൽ കണ്ടു. അങ്ങ് അകലെ ദൂരെ മിന്നി മിന്നി നിൽക്കുന്ന ഫിഷിംഗ് ബോട്ടുകൾ. ഇതൊന്നും നിങ്ങൾക്കാർക്കും പുതുമയുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. എന്നാലും ചുമ്മാ എനിക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണ്ടേ, അപ്പം ഞാനിങ്ങനെയൊക്കെ പലതും പറയും. സോറി ഗൈസ്, ഇന്ന് ചിക്കൻ ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഞാൻ ലേറ്റായി. വെട്ടുകാട് ചർച്ചിലൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. സോ ഐ കാൺട്ട് കുക്ക് ടുഡേ. അതുകൊണ്ട് ചിക്കൻ ഫ്രൈ വാങ്ങിച്ചോണ്ട് വന്നു. ചിക്കൻ ഫ്രൈ അല്ല, ഗ്രിൽഡ് എന്തോ ആണ്, ലൈക്ക് ഷവായി പോലത്തെ എന്തോ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇവിടെ നാൽസാജിൽ നിന്ന് ഫുഡ് കഴിച്ചായിരുന്നു. അപ്പോൾ അതിൽ ഒരു 2 പീസ് പെൻഡിങ് വന്നായിരുന്നു. അതെടുത്തിട്ട് വന്നു. അപ്പോൾ ഇനി അതേ നടക്കത്തുള്ളൂ. അത് നോക്കിയപ്പോൾ അനിയത്തി എടുത്ത് ബിരിയാണി എന്താണെന്ന് വാങ്ങിച്ചോണ്ടെന്ന് വെച്ചേക്കുന്നു. ഞാൻ ഓൾറെഡി കഴിച്ച് ഫുള്ളായിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കിനി പറ്റൂല കഴിക്കാൻ. എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഫുഡുള്ളപ്പോൾ തലയ്ക്ക് മീതെ ഫുഡുണ്ട്, ഇല്ലെങ്കിൽ ഒരു തേങ്ങയും കാണത്തില്ല. ചില സമയത്ത് മനുഷ്യൻ്റെ ദാരുണ അവസ്ഥകളിൽ. എനിവേ, ഇന്നത്തെ വെറുപ്പിക്കൽസ് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും കാണിക്കാൻ എനിക്ക് വയ്യ. കാരണം ഓൾമോസ്റ്റ് ഞാൻ ഫുള്ളാണ്. വെള്ളം കുടിച്ചിരിക്കുകയാണ്. നല്ല ദാഹിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഒരു മാംഗോ ക്രഞ്ച് എന്തോ ഒരു സാധനം അറേബ്യയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒരു മണി 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും പതുക്കെ ഇരുന്ന് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം എന്നൊരു ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നിങ്ങളെല്ലാവരും എനിക്ക് തരുന്ന സപ്പോർട്ട്, നിങ്ങൾ കാണിക്കുന്ന ഒരു സ്നേഹം, കെയർ, അതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് എൻ്റെ ഫ്യൂവൽ ടു ഫ്ലൈ. എൻ്റെ എൻജിൻ പവറാക്കുന്നത് അത് വെച്ചിട്ടാണ്. സോ നിങ്ങൾ പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഫോളോ ചെയ്യുക എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെന്താ, നിങ്ങളുടെ അഡ്വൈസസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അങ്ങനത്തെയൊക്കെയുള്ള ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ അല്ലേ ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ഒരുപാട് വെറുപ്പിക്കുന്നില്ലല്ലോ. സോ ടേക്ക് കെയർ ഗൈസ്. ലവ് യു ഓൾ. ബൈ.